IV സിഗ്നേച്ചർ സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അബ്ദുള്ള കിലോത്ത് സാറാണ്. സാറ് ഡിസൈൻസ് ആൻഡ് സ്റ്റൈൽസ് എന്ന ഇൻറ്റീരിയർ ഫേമിൻ്റെ CEO ആണ്. ഇന്ന് അദ്ദേഹത്തിനെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഇൻറ്റീരിയർ ഡിസൈനിങ് മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇത് കാണുന്ന പലർക്കും ഇതേപോലുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കണം. അതുമാത്രമല്ല, അദ്ദേഹം ചെയ്യുന്ന സർവീസസിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോയിലേക്ക് സാറിനെ വെൽക്കം ചെയ്യുന്നു. സോ സാറ് എവിടെയാണ് സാറിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് എവിടെയാണ് പഠിച്ചതും വളർന്നതും ഒക്കെ എവിടെയാണ്? താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. കണ്ണൂരിലായിരുന്നു എൻ്റെ പഠന കാലഘട്ടം. ആഫ്റ്റർ സ്റ്റഡീസ് ഞാൻ പിന്നെ ദുബായ് ബേസ്ഡ് ഒരു മൾട്ടിനാഷണൽ റീറ്റെയിൽ കമ്പനിയിൽ റീറ്റെയിൽ അഡ്മിനിസ്ട്രേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു ഫോർ 15 years. അവിടുന്ന് റിട്ടയർ ചെയ്ത് വന്നിട്ടാണ് ഞാൻ ഇൻറ്റീരിയർ ഫീൽഡ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ബാംഗ്ലൂർ ബേസ്ഡ് 2010 ഒരു ഇൻറ്റീരിയർ ഡിസൈൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. സ്പെസിഫിക്കലി ഫോർ കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ പ്രോജക്ട്സ്, IT companies, logistics companies, banking sectors and non-banking finance companies. Those are our main clients. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു ഇൻറ്റീരിയർ മേഖലയിലെ തുടക്കം. യെസ്, ഞാനിത് ഈ ഒരു നമ്മുടെ ഈ ഒരു ഷോയിൽ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ എല്ലാവരോടും പറയുകയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ഫേമിൽ തന്നെ USP എന്ന് പറയുന്നത്, സാറിൻ്റെ USP എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ എന്നുള്ളൊരു സെക്ടറാണ് എടുത്തിരിക്കുന്നത്. ഈ കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ സെക്ടർ എന്ന് പറഞ്ഞ ഒരു ഫോക്കസ് എപ്പോൾ തൊട്ടാണ് സാറിന് സ്റ്റാർട്ട് ചെയ്തത്? ആ ഒരു നിലയിലേക്ക് മാറണം, അവിടെയാണ് എൻ്റെ കാര്യം. ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾ ഓഫീസ് സ്പേസസ് അങ്ങനെ പല 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് സ്കൂൾസ് അല്ലെങ്കിൽ നമ്മുടെ വീടുകൾ അങ്ങനെയൊക്കെ പലരും എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കൊമേഴ്ഷ്യൽ സ്പേസ് തന്നെ എടുക്കണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ കാരണം? ഈ ഒരു റീറ്റെയിൽ ഒരു എൻ്റെ പ്രൊഫഷൻ കാലഘട്ടത്തിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൻ്റെ കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൂടി എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ ഹാൻഡിൽ ചെയ്തിരുന്നു അവിടെ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഗെയിൻ ചെയ്ത നോളജ് എല്ലാം സ്വരുക്കൂട്ടി നാട്ടിലെത്തി ഇവിടുത്തെ ഇൻറ്റീരിയർ ഫീൽഡിൽ കൊമേഴ്ഷ്യൽ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു മേഖല സെലക്ട് ചെയ്തത്. എസ്പെഷ്യലി സ്റ്റാർട്ടിങ്ങിൽ മെയിൻലി ബാങ്കിങ് സെക്ടറിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത്. യെസ്, സാറ് കൊമേഴ്ഷ്യൽ സ്പേസിൻ്റെ അതിനകത്ത് ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് സാറിൻ്റെ കണ്ണുകളിൽ ഞാൻ കാണുന്ന ഒരു സന്തോഷമുണ്ട്. അത് ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, അത് പറയുമ്പോഴുള്ളൊരു ഹാപ്പിനെസ്. ആദ്യത്തെ ക്ലയൻറ്റ് ആരായിരുന്നു? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്? ആദ്യത്തെ ക്ലയൻറ്റ് ഒരു ഇവിടെ ആക്ച്വലി ട്രിവാൻഡ്രത്തുള്ള മുത്തൂറ്റ് ഫിൻകോർപ്പ്, അവരുടെ ഒരു പ്രൊജക്റ്റിൽ നിന്നായിരുന്നു ഞങ്ങളുടെ തുടക്കം. അപ്പോൾ ശരിക്കും ഞാൻ ഓർക്കുന്നു അവരുടെ ഒരു ടാഗ് ലൈൻ, മുത്തൂറ്റ് ഫിൻകോർപ്പ് ആ കാലഘട്ടത്തിൽ കൊടുത്ത ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു, ലൈഫിലൊരു ചേഞ്ച് വേണമെങ്കിൽ മുത്തൂറ്റുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ളൊരു ടാഗ് ലൈൻ ഉണ്ട്. എക്സാക്റ്റ് ആ വേർഡിങ് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ അത് ശരിക്കും അത് ഞങ്ങൾക്കൊരു ആ തുടക്കം ഞങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു വലിയ ചേഞ്ച് ആയിരുന്നു. അവർ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ടീം അന്ന് മുത്തൂറ്റ് ഫിൻകോർപ്പിൽ ഉണ്ടായിരുന്നു. അവരുമായിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു ഫീൽഡിൻ്റെ തുടക്കം. അതിനുശേഷം ആരൊക്കെയായിരുന്നു സാറിൻ്റെ ക്ലയൻസുകൾ? അതിന് ശേഷം ഞങ്ങൾ 1 by 1 ആയിട്ട് ഞാൻ ഈ റീറ്റെയിൽ ഫീൽഡിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഒരു ബാച്ച്മേറ്റ്സിൻ്റെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞങ്ങളുടെ ആ കാലഘട്ടത്തിലുള്ള ഒരു CEO പറഞ്ഞു തന്ന ഒരു വാക്കുണ്ടായിരുന്നു, കീപ് യുവർ ഐസ് ആൻഡ് ഇയേഴ്സ് ഓപ്പൺ എന്ന ഒരു അഡ്വൈസ്. അതായത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഫീൽഡ് എന്തായിക്കോട്ടെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മാക്സിമം നോളജ് അക്വയർ ചെയ്തിട്ട് അതിലൂടെയുള്ള ഇന്നോവേഷൻസ് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ശീലം ആ ഒരു ലാസ്റ്റ് 15 years ഞങ്ങളുടെ ഇൻബോൺ എന്ന് പറഞ്ഞ രീതിയിൽ ഞങ്ങളുടെ ബ്ലഡിൽ കലർന്നത് കാരണം ആ ഒരു സിസ്റ്റം ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിൽ ഓരോരോ സ്റ്റെപ്പിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, മോർ ദെൻ വാട്ട് എവർ ദ ക്ലയൻസ് നീഡ്സ്, എങ്ങനെ ബെറ്റർമെൻറ്റ് കൊണ്ടുവരാം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഓരോരോ സാറ്റിസ്ഫൈഡ് ക്ലയൻസിനെ ഉണ്ടാക്കിയെടുത്ത് അവരിൽ നിന്ന് വേർഡ് ഓഫ് മൗത്തിൽ ക്ലയൻസിനെ ഇൻക്രീസ് ചെയ്തത്.
യെസ്. അപ്പം ഈ ഒരു നമ്മുടെ ക്ലയൻസിനാണെങ്കിലും എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്ലയൻറ്റും നമ്മളെ വിട്ടു പോകുന്നില്ല, ലോങ് ടേം ക്ലയൻസ് ആണ്, റൈറ്റ്? അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ലോങ് ടേം ക്ലയൻസിലേക്ക് നമ്മളുടെ ആ ഒരു നമ്മൾ ചെയ്യുന്നതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു എവർഗ്രീൻ ക്ലയൻസിലേക്ക് കൊണ്ടുപോകാൻ കാരണം? നോർമൽ ഒരു പ്രാക്ടീസ് എന്ന നിലയിൽ ഞങ്ങൾക്ക് ചെയ്യേണ്ടിയിരുന്ന റെസ്പോൺസിബിലിറ്റീസിൽ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക, അതിൻ്റെ ഇൻസ്പെക്ഷൻ ചെയ്യുക, ഹാൻഡ് ഓവർ ചെയ്യുക എന്നതിൽ കവിഞ്ഞ് അതിലുപരി ഇൻ കേസ് ഒരു ക്ലയൻറ്റ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ അനുസരിച്ച് അതിൻ്റെ ഒരു ലൈഫ് ഡ്യൂറേഷൻ 5 years ടൈമാണ് ഉദ്ദേശിച്ചതെങ്കിൽ 10 years ഉപയോഗിച്ചാൽ പോലും അവർക്ക് അത് പുതിയതുപോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി അഷുറൻസും ആഫ്റ്റർ സെയിൽ സർവീസും ഞങ്ങൾ വളരെ ഒരു ഇതായിട്ട് ചെയ്തു എന്നുള്ളതാണ്. വളരെ ശ്രദ്ധയോടെ ഒരു വീഴ്ചയും വരുത്താതെ ഓരോരുത്തരെയും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തതാണ്. നമ്മൾക്ക് ആ ഒരു ഗ്രോത്ത് 15 years ലോങ് നിലനിൽക്കുന്ന ക്ലയൻസ് പോലും ഞങ്ങളുടെ ലിസ്റ്റിൽ വന്നു ചേരാൻ ഒരു കാരണം ഉണ്ടാക്കിയത് അതാണ്. യെസ്. അതുപോലെ തന്നെ നമുക്ക് ഈ ക്ലയൻസിൻ്റെ വർക്കുകൾ ചെയ്ത സമയത്ത് ഏറ്റവും മറക്കാനാവാത്ത എന്ന് വെച്ചാൽ ചലഞ്ചിങ് ആയിട്ട് വന്നേക്കുന്ന ഏത് ക്ലയൻ്റ് ആയിരുന്നു, എങ്ങനെയായിരുന്നു അവർ ആ ഒരു പ്രശ്നത്തെ സോർട്ട് ചെയ്തത്? ഓരോരോ ക്ലയൻറ്റിൻ്റെ ഓരോരോ പ്രൊജക്റ്റ് എടുത്ത് നോക്കിയാലും മറക്കാനാവാത്ത ഓർമ്മകളുണ്ട്. എല്ലാം ചലഞ്ചിങ് ആയിരുന്നെങ്കിലും വളരെ വലിയ രീതിയിലുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കുറച്ച് പ്രൊജക്ട്സും ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ബാങ്കിങ് സെക്ടറിലൊക്കെ റണ്ണിങ്ങിൽ ഇരിക്കുന്ന ബ്രാഞ്ചസ് റിനോവേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഹാർട്ട് സർജൻ ചെയ്യുന്ന സർജറി പോലെ കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് നോർമലി ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് പറയുന്ന ഒരു കമ്പാരിസൺ. ബട്ട് അതും ഒരു ചലഞ്ചോടെ ഏറ്റെടുത്തിട്ട് വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്ത ഫ്യൂ പ്രൊജക്ട്സ് CSB ബാങ്കിൻ്റെയും ഫെഡറൽ ബാങ്കിൻ്റെയും ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് അവരും ഞങ്ങളും ഒരുപോലെ ഇന്നും ഓർക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. നമ്മുടെ ഇപ്പം ഈ ഒരു കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ ഫീൽഡിൽ ഇത്രയും വർഷം ചെയ്തപ്പം എന്തൊക്കെ ഇന്നോവേഷൻസ് ആണ് സാർ ഇതിനകത്ത് കൊണ്ടുവന്നത്? ഞങ്ങൾ മാക്സിമം, അതായത് എൻ്റെ ഒരു പ്രീവിയസ് പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ ചെയ്തുകൊണ്ടിരുന്ന എന്തൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നോ അതിനെ പറ്റിയുള്ള മാക്സിമം നോളജ് അക്വയർ ചെയ്ത് അതിൽ എന്തൊക്കെ ബെറ്റർമെൻറ്റ് കൊണ്ടുവരാമെന്നുള്ള ഒരു അന്വേഷണം പ്രീവിയസ്ലി ചെയ്ത പോലെ തന്നെ ഈ ഒരു കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ ഫീൽഡിലും ചെയ്യാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഫോർ എക്സാമ്പിൾ, പ്രീവിയസ്ലി വെൻ ഐ വാസ് വർക്കിംഗ് ആസ് എ റീറ്റെയിൽ അഡ്മിനിസ്ട്രേഷൻ മാനേജർ, 2002 ഒരു അമേരിക്കൻ ബേസ്ഡ് കമ്പനി JC Penney ഒരു കസ്റ്റമർ കൊണ്ടുവരുന്ന റിട്ടേൺ ഐറ്റം ഓൺ ദ സ്പോട്ട് എക്സ്ചേഞ്ച് കൗണ്ടറിൽ ഇരിക്കുന്ന കാഷ്യർ ക്യാഷ് റീഫണ്ട് കൊടുക്കണം എന്നുള്ള റൂൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നു. ഞാൻ വർക്ക് ചെയ്ത മൾട്ടിനാഷണൽ റീറ്റെയിൽ കമ്പനിയിൽ ഈ റൂൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അന്ന് അവിടെ സജഷൻസ് അവതരിപ്പിച്ച ആളാണ്. സിമിലർലി ഞാൻ റീറ്റെയിൽ ഇവിടെ കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ ഫേം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അമേരിക്കൻ വിത്ത് ഡിസേബിലിറ്റീസ് ആക്ട് പ്രകാരമുള്ള കൊമേഴ്ഷ്യൽ സ്പേസസിലേക്ക് വീൽ ചെയർ ആക്സസ് വേണമെന്ന് ഉള്ള റൂൾസ് കണ്ടപ്പം ഇവിടെ ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്ന IT കമ്പനീസ്, ലോജിസ്റ്റിക്സ് കമ്പനീസിൽ ഞങ്ങൾ ഈ ഒരു റൂൾസ് സജസ്റ്റ് ചെയ്തപ്പം അവർ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തയ്യാറായി. എൻ്റെ ഓർമ്മയിൽ അതിനും ശേഷം ഒരു 2015 അടുപ്പിച്ചാണ് RBI ബാങ്കുകളിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള റൂൾ കൊണ്ടുവന്നത്. അപ്പം അത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നു. അതേപോലെ തന്നെ ഇനി ഒരു ഫ്യൂച്ചർ എങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ ആൻഡ് സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഫേമിനെ നമ്മൾ കാണുന്നത്? സാറിൻ്റെ വിഷൻ എന്താണ്? ഫ്യൂച്ചറിൽ ഞങ്ങൾ ഇപ്പം ഒരു R&D എന്ന രീതിയിലുള്ള ഒരു കണ്ടിന്യൂസ് റിസർച്ച് പ്രോസസ്സിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ എല്ലാം
ഈ ഇന്നോവേഷൻസ് പറഞ്ഞ പോലെ തന്നെ ഒരു അമേരിക്കൻ ചെയേഴ്സ് മാനുഫാക്ചറിങ് ബ്രാൻഡായ ഹെർമൻ മുള്ളർ അവർ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അവരുടെ ചെയേഴ്സ് ഉപയോഗിക്കുന്ന എംപ്ലോയീസിന് 50% എക്സ്ട്രാ ഒരു വർക്ക് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാൻ ഉള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ഒരു ഗ്യാരണ്ടീഡ് പ്രോഡക്റ്റ് എന്ന നിലയിൽ അവർ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം എന്തൊക്കെ പ്രൊഡക്റ്റ് ലേറ്റസ്റ്റ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ വർക്ക് സ്പേസസിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നത് ക്ലയൻറ്റിന് സജസ്റ്റ് ചെയ്യുകയും അതിലൂടെ ദി ബെസ്റ്റ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ വർക്ക് സ്പേസസ് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നതിലേക്കാണ് ഞങ്ങളുടെ തിങ്കിങ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു എത്ര ടൈം പീരീഡിനുള്ളിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്? കാര്യം ഇതിനകത്ത് പല ചലഞ്ചസ് ഉണ്ട്. ചിലർക്ക് ഷോർട്ട് പീരീഡിൽ വേണം എന്നുള്ള ചിലപ്പം വരും, ചിലപ്പം നമുക്ക് ടൈമിംഗ് ഉണ്ടായിരിക്കും. അങ്ങനെ വന്ന എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ലൈക്ക് അങ്ങനത്തെ ചലഞ്ചസ് വന്നിട്ട് നമ്മൾ ആ രീതിയിൽ എന്നാൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഇൻഡസ്ട്രി ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള സന്ദർഭങ്ങളുണ്ടോ? അങ്ങനെയുള്ള ചലഞ്ചസ് എസ്പെഷ്യലി ബാങ്കിങ് സെക്ടറിൽ ഒത്തിരി തവണ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള റീസൺസ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ലോഡ് സൈഡ് സിവിൽ വർക്ക്സിൽ വരുന്ന ഡിലേ, അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴത്തേക്കും പ്രിമൈസസ് റെഡിയല്ല എന്നുള്ള പ്രോബ്ലങ്ങൾ, അപ്പോഴത്തേക്കും ക്ലയൻറ്റിന് അത് ഒരു മിനിമം റെൻറ്റ് ഫ്രീ പീരീഡായിട്ട് 3 to മാക്സിമം 2 to 3 വീക്സോ അല്ലെങ്കിൽ ഒരു 1 month ടൈം കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ അവർക്ക് എല്ലാം ക്ലിയറായി ഇൻറ്റീരിയർ അടക്കം റെഡിയായി ഒരു ഇനോഗ്രേഷൻ നടത്തണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകും. പക്ഷേ പലപ്പോഴും ഇങ്ങനെയുള്ള ചലഞ്ചസ് കാരണം അത് നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അവിടെ ഞങ്ങളുടേതായ ഒരു എക്സ്ട്രാ എഫേർട്ടിലൂടെ ഈവൻ അവിടെ പെൻഡിങ് സിവിൽ വർക്കിൽ പോലും ഞങ്ങൾ ഇൻവോൾവ് ചെയ്ത് അത് മാക്സിമം സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്ത് അതിന് ശേഷമുള്ള ഞങ്ങളുടെ ഇൻറ്റീരിയർ ഒരു പീരിയഡ് ഒരു 1 month ആണെങ്കിൽ അത് കുറച്ചുകൊണ്ട് 15 to 20 ഡേയ്സിനകത്ത് അതെങ്ങനെ തീർക്കാമെന്ന് 2 or 3 ഷിഫ്റ്റ്സ് സ്റ്റാഫിനെ അലോട്ട് ചെയ്ത് വർക്ക് ചെയ്ത് തീർത്തു കൊടുത്ത ഒരുപാട് കേസസ് ഉണ്ട്. അതിൽ ക്ലയൻറ്റ്സ് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതൊക്കെ ഞങ്ങളുടെ അച്ചീവ്മെൻ്റാണ്, വളരെ നല്ല അച്ചീവ്മെൻറ്റ്സ്. ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുവാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇതൊരു ബെസ്റ്റ് ഡിസിഷനായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇനിയും മോർ ബെറ്റർ വർക്ക് സ്പേസസ് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് നീങ്ങുന്നത്. അപ്പം അതിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വർക്ക് സ്റ്റേഷൻസ് എത്ര നന്നായിട്ടും എത്ര സ്പീഡിലും ഈവൻ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള ആഫ്റ്റർ സെയിൽസ് സർവീസ് എത്ര നന്നായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ക്ലയൻസിലെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ടാസ്ക്കായിട്ട് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ആ ഒരു എബിലിറ്റി മനസ്സിലാക്കിയിട്ടുള്ള ക്ലയൻസ് ഞങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഇൻഡസ്ട്രിയിൽ മറ്റേതൊരു വലിയ ബ്രാൻഡിനോടും ചാലഞ്ച് ചെയ്യുന്ന രീതിയിൽ നല്ല വർക്ക് സ്റ്റേഷൻസ് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഈ വർക്ക് സ്റ്റേഷൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളൊരു ടോക്കിൽ പറഞ്ഞായിരുന്നു, വർക്ക് സ്റ്റേഷൻസ് ഒരു ചെറിയൊരു സ്പേസ് ആണെങ്കിൽ പോലും ഞങ്ങൾക്കത് അത് ഇന്നോവേഷൻ കൊണ്ടുവരാനാണെങ്കിലും പെട്ടെന്ന് അത് കാര്യങ്ങൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റും, അത് നമ്മുടെ ഒരു സ്ട്രെങ്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ് ആ ഒരു തോട്ട് പ്രോസസ്സ്? എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു ഏരിയയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്? അതിൽ ഞങ്ങൾ മാക്സിമം എക്സ്പേർട്ട് സ്പേസ് യൂട്ടിലൈസേഷനിൽ വളരെ എക്സ്പേർട്ട് ഡിസൈനേഴ്സുള്ള ഒരു ടീമാണ് ഞങ്ങൾ. ഒരു മിനിമം സ്പേസിൽ ഏറ്റവും ബെസ്റ്റ് സ്പേസ് മാനേജ്മെൻറ്റിലൂടെ ഏറ്റവും നല്ല വർക്ക് സ്റ്റേഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ ഒരു ആംബിയൻസ് ആയാലും അവിടുത്തെ ഈവൻ ഓക്സിജൻ ലെവലടക്കം ചെക്ക് ചെയ്തിട്ടുള്ള ഒരു എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്യുന്നതിൽ അത് എൻഷുർ ചെയ്യുന്നതിലും ഞങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാറില്ല. അതിൽ ഞങ്ങൾ ചെയ്തു കൊടുത്ത എല്ലാ ക്ലയൻസും പരിപൂർണ്ണ ഹാപ്പി ആയിരുന്നു എന്നുള്ളതും ഞങ്ങൾ എൻഷുർ ചെയ്യാറുണ്ട്. യെസ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ക്ലയൻറ്റ് നമ്മൾ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ
എങ്ങനെയാണ് അത് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ക്ലയൻറ്റ് വീണ്ടും നമ്മളെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രോസസ്സ് കറക്റ്റായിരിക്കണം, റൈറ്റ്? അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല സിറ്റുവേഷൻസും വന്നപ്പോഴത്തേക്ക് അതിനെ പല രീതിയിൽ ടാക്കിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ ആ ഒരു സാറ് എന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഹാർട്ട് സർജറി ചെയ്യുന്നത് പോലെയാണ് ചില സമയത്ത് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ, അതൊന്ന് പറയാമോ? സെയിൽസ് ആൻഡ് സർവീസ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, തീർച്ചയായിട്ടും കംപ്ലയിൻസ് വിൽ ബി ദെയർ, ദാറ്റ് ഈസ് ഫോർ ഷുവർ. കംപ്ലയിൻസ് ഇല്ലാതെ ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ്. പക്ഷേ അതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുന്നു, എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു, എങ്ങനെ അതിലൂടെ വരുന്ന ഡാമേജസ് മിനിമൈസ് ചെയ്യുന്നു എന്നതിലാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. ഞങ്ങൾ ചെയ്ത ഒരു 2-3 കാര്യങ്ങൾ മാത്രം എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു ആഫ്റ്റർ സെയിൽ സർവീസ് കോൾ റിസീവ് ചെയ്താൽ ആ കോൾ വന്ന ഉടനെ അത് അറ്റൻഡ് ചെയ്ത സ്റ്റാഫ് മുതൽ, അതിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫ് മുതൽ, അതിൻ്റെ പ്രൊജക്റ്റ് മാനേജർ, ഇങ്ങനെ 3 ലെവലിൽ ആ മെസ്സേജ് പാസ് ചെയ്തിട്ടുള്ള ദെൻ ആൻഡ് ദെയർ വിത്തിൻ 24 hours അത് സോൾവ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ, കാരണം ഞങ്ങളുടെ ക്ലയൻസ് എന്ന് പറയുന്നത് ഈവൻ 1 hour പോലും അവരുടെ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ ഡൗൺ ആയിപ്പോയാൽ അവരുടെ ബിസിനസ് ഡാമേജ് എന്ന് പറയുന്നത് ഹ്യൂജാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ 1 മിനിറ്റ് പോലും ഡിലേ ആക്കാത്ത രീതിയിലുള്ള റെക്ടിഫിക്കേഷൻസ് ആൻഡ് സൊല്യൂഷൻസ് പ്ലാൻ, അതിനുള്ള ഒരു വളരെ ടെക്നിക്കലി സ്കിൽഡ് ഒരു ടീം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ അസറ്റായിട്ട് ഞങ്ങൾ കാണുന്നത്. യെസ് അതൊരു വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു ടീം നമുക്ക് വേണ്ടി നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നു, വിത്തിൻ 24 hours അത് സോർട്ട് ചെയ്യാനുള്ള കാണിക്കുന്ന ഒരു ഇത്. യെസ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സെയിൽസ് പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളിപ്പം ഈ ഒരു ഇൻറ്റീരിയർ ഫേം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, റൈറ്റ്? ഈ കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയറിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? നമുക്ക് എങ്ങനെയാണ് ആളുകളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്? നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്താണ്? എങ്ങനെയാണ് നമ്മൾ അതിനകത്തുനിന്ന് അത് സോർട്ട് ചെയ്യുന്നത്? ഈ ഒരു നമ്മളുടെ ഒരു ഇത് ഞാൻ കോമൺ ആയിട്ട് ചോദിക്കുകയാണ്. ലൈക്ക് ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. സാർ ഇപ്പോൾ 15 years ആയിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുകയാണ്. യെസ്, അപ്പോൾ ഈ ഒരു കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയറിലോട്ട് ഫേം നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ സാറിന് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ ഒരു ജേർണിയിൽ ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിലുപരി ഞങ്ങൾ ഇൻസിസ്റ്റ് ചെയ്തത് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്, ഒരു പ്രോഡക്റ്റും അതിൽ നമ്മൾ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷനിന്ന് വ്യതിചലിച്ചിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എക്സാക്റ്റ് സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ വാട്ട് ദ ക്ലയൻറ്റ് ഇൻസിസ്റ്റ്, ദാറ്റ് വി ഹാവ് ടേക്കൺ കെയർ ഫോർ ഓൾ അവർ പ്രൊജക്ട്സ്. ഒരു പ്രൊജക്റ്റിൽ പോലും ഒരു ബ്രാൻഡ് മാറിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കോസ്റ്റ് സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്സോ ഞങ്ങൾ ചെയ്തിട്ടില്ല. യെസ്, സോ ഈ ഒരു ഫീൽഡ് വന്നപ്പോഴത്തേക്ക് സാറിന് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ, അവർക്ക് ഇൻസ്പയർ ആവാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്താണ് സാറിന് പറയുകയാണെങ്കിൽ? ഈ ഒരു ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. സ്ട്രെസ്സ്, ആസ് എൻ ഓൺട്രപ്രണർ ഒരുപാട് സ്ട്രെസ്സ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അറിയാം. എൻ്റെ ആസ് എ മെൻറ്റർഷിപ്പ് സ്റ്റുഡൻറ്റ് എനിക്കറിയാം. നമ്മൾ ഒരിക്കലും എൻ്റെ മെൻറ്റർഷിപ്പിലാണെങ്കിലും ഒരു ബിസിനസ് മാത്രമല്ല, ലൈഫ്, ബിസിനസ്, എവറിത്തിങ് എല്ലാം നന്നായിട്ട് പോകുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് എല്ലാം ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നത്, റൈറ്റ്? സോ സാറിൻ്റെ ജേർണിയിൽ അങ്ങനെ സാറിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് ഈ ഒരു ജേർണിയിൽ? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എനിക്ക് കൊടുക്കാനുള്ള അഡ്വൈസ്, മേ ബി യു വോണ്ട് ഫീൽ ഇറ്റ് ലൈക്ക് എ പോസിറ്റീവ് അഡ്വൈസ്, ബട്ട് ദ ഫാക്ട് ഈസ് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ചാലഞ്ച്. ഒരു കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് ഒരു
അതിന് ഷോർട്ട് കട്ട്സ് ഇല്ല. ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ്. അതിന് ഞങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. എല്ലാ രീതിയിലും അത് നമ്മുടെ പ്രോഡക്റ്റ് മിക്സ് ചെയ്യുന്നതിലായാലും ഇനി ടൈം ഡ്യൂറേഷനിലായാലും ഫൈനൽ ഫിനിഷിൽ അതിൻ്റെ ഡെലിവറി സ്റ്റേജിലുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയെടുക്കൽ, ഇതൊന്നും നിസ്സാര പണിയല്ല. എല്ലാം വളരെ ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അപ്പോൾ ഇതിനൊക്കെ അത്രയും ഡീറ്റെയിലേക്ക് ഇറങ്ങിച്ചെന്ന് വിത്ത് മാക്സിമം കെയർ ഓരോന്നും നമ്മൾ വളരെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ ബിസിനസ് ചെയ്യാൻ പറ്റൂ. അല്ലാത്തവർക്ക് പറ്റുന്ന കാര്യമല്ലാതെ നല്ല രീതിയിൽ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇതിനകത്തോടെ ഇറങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സാറിൻ്റെ ഈ ഒരു ജേർണിയിൽ ആരൊക്കെയായിരുന്നു സപ്പോർട്ട്? കാര്യം ഫാമിലി എല്ലാവരും ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് ഈ ഒരു മുന്നോട്ട് പോകാൻ പറ്റുന്നത്. സാറിൻ്റെ ലൈഫിൽ ആരൊക്കെയായിരുന്നു സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത്? First of all, my wife. She was very supportive because this is not a 8 to 4 or office time job. 24 hours I am with the client. രാത്രി 10 മണിക്കും 11 മണിക്കും ഒക്കെ കോൾ വന്നെന്ന് വരാം. ചിലപ്പം ടീം മെമ്പേഴ്സിൻ്റെ ആവാം, ക്ലയൻസ് ഫോൺ കോൾസോ ഇല്ലെങ്കിൽ മെസ്സേജസോ ഇമെയിൽസോ എന്ത് വന്നു കഴിഞ്ഞാലും ചിലപ്പോഴൊക്കെ ടെൻഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിലിരിക്കുന്നു. ഒരിക്കലും പാനിക് ആവാതെ അതിൻ്റെ സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. പല സീരിയസ് ഇഷ്യൂസും ഫയർ ഇൻസിഡൻറ്റ്സ് വരാം. മിഡ് നൈറ്റിൽ ഫയർ അലാറം അടിച്ചുകൊണ്ടിരിക്കുമ്പം കസ്റ്റമേഴ്സ് കോൾ വരാം, ഇതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ അതിനൊക്കെ മുന്നിൽ കണ്ട് അതിൻ്റെ സൊല്യൂഷൻസ് മനസ്സിൽ കരുതി വെച്ചിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാൻ. അതിന് തയ്യാറാവുന്ന ഒരു ടീം ഞങ്ങളുടെ കൂടെ വേണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് നോട്ട് എ വൺ മാൻ ഷോ. അത് ഈ ഒരു ടീം ബിൽഡിങ്ങിൽ സാർ എത്ര നാളെടുത്തു? ഇങ്ങനൊരു നമ്മുടെ ഒരു സ്ട്രോങ് ടീം കരച്ചിന ഈ ടീം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഏത് ബിസിനസ് എന്ന് പറഞ്ഞാലും അതിന് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ടീം തന്നെയാണ്, റൈറ്റ്? നേരത്തെ പറഞ്ഞല്ലോ, ഒരു വൺ മാൻ ഷോ അല്ല നമ്മളൊരു ബിസിനസ് എന്ന് പറയുന്നത്. പല കാര്യങ്ങളും നമ്മൾ പലരെയും വിശ്വസിച്ച് ചെയ്യിപ്പിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. യെസ്, അതെങ്ങനെയായിരുന്നു ആസ് എ ലീഡർ എന്നുള്ള നിലയിലേക്ക് ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? Team building is a continuous process. It is not a one-day job. Regularly, on a very frequent period, we should be giving a regular training and motivation and personal development, whatever is required for the team. And selecting the manpower also, it is very important. Other than that, we should balance the personal and family life. For that also we should support them because they are also human being. അപ്പോൾ മൊത്തത്തിൽ നമ്മളത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിലൂടെ മാത്രമേ ഒരു നമുക്കൊരു വിജയം അത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ കോവിഡ് ടൈമിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ഓൺട്രപ്രണർഷിപ്പ് ജേർണിയിൽ ഓൺട്രപ്രണേഴ്സ് സ്ട്രഗിൾ ചെയ്തൊരു ടൈമാണ്. ആക്ച്വലി ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ടൈം അവിടെയാണ്. എൻ്റെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കോവിഡിൻ്റെ ടൈമിലാണ്. സോ എന്നാൽ ആ സമയത്ത് കോവിഡിൻ്റെ ടൈമിലാണ് ഞാൻ എൻ്റെ ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ഒരുപാട് പേര് സ്റ്റോപ്പ് ചെയ്ത ടൈമും അവിടെയാണ്. എനിക്കത് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറിയെങ്കിലും ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കണ്ടത് ആ ഒരു സമയത്താണ്. അപ്പോൾ എസ്പെഷ്യലി ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് ഇൻറ്റീരിയർ ആ ഒരു സമയത്തൊക്കെ എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ആ സമയം എങ്ങനെയാണ് ആ ഒരു ഹാൻഡിൽ ചെയ്തത്? ആ സമയം ശരിക്കും ആസ് പെർ മാർക്കറ്റ് കണ്ടീഷൻസ് കുറച്ച് എക്സ്പാൻഷൻസ് കുറവായത് കാരണം ബിസിനസ്സിൽ ഒരു ഷോർട്ട് ഫോൾ ഉണ്ടായിരുന്നെങ്കിലും കൂടെ ഞങ്ങളങ്ങനെ ഒരു സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു പേടിച്ച് സ്റ്റക്കായി നിൽക്കാനോ ഉള്ള ഒരു ഡിസിഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അന്നേരം കണ്ടിന്യൂസ്ലി നല്ല രീതിയിൽ പ്രോജക്ട്സ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഈ വെതർ കണ്ടീഷൻസിൽ ഈ റെയിനി സീസൺസിൽ പല പ്രോബ്ലംസും ഞങ്ങൾ ഫേസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഓൾഡ് ബിൽഡിങ്ങിലൊക്കെ
എല്ലാ ഇൻറ്റീരിയറും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മഴ പെയ്ത് എല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോയ കേസൊക്കെ പല കമ്പനീസിലൊക്കെ വരുന്നതാണത്. കാരണം ബിൽഡിംഗ് ഇൻസ്പെക്ഷൻസ് ഒന്നും ഞങ്ങളല്ല ചെയ്യുന്നത്, എല്ലാം എടുത്ത് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം പിന്നെയാണ് ഞങ്ങൾ ഇൻറ്റീരിയർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസസിലും ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ വാട്ടർ പ്രൂഫിങ്ങും കാര്യങ്ങളും ചെയ്ത് ക്ലയൻറ്റിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ എഫേർട്ടും ഞങ്ങൾ ചെയ്യാറുണ്ട്. അല്ലാതെ ഞങ്ങളത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല എന്ന രീതിയിൽ നോക്കിയാണ് എല്ലാം ചെയ്യുന്നത്. എന്നും എവിടെയും ക്ലയൻറ്റിൻ്റെ കൂടെ നിൽക്കുക, അവരുടെ പെയിൻ മനസ്സിലാക്കുക, അത് സോർട്ട് ഔട്ട് ചെയ്ത് അവർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ടറി റിസൾട്ട്സ് ഉണ്ടാക്കി കൊടുക്കുക, അത് മാത്രമാണ് ഞങ്ങളുടെ എയിം. ആ രീതിയിലാണ് ഞങ്ങൾ വളർന്നത്. യെസ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം നമ്മുടെ സ്ഥാപനം ബാംഗ്ലൂർ, എവിടേക്കാണ് നമുക്ക് ഞങ്ങൾക്കുള്ള പ്രസൻസ് കേരളത്തിൽ കണ്ണൂരിലും പിന്നെ ബാംഗ്ലൂരിലും കോയമ്പത്തൂരിലും ആണോ ഉള്ളത്? നമുക്കിപ്പം ഈ സർവീസസ് നമുക്ക് എല്ലാ സർവീസസ് പാൻ ഇന്ത്യ ബേസിസ് ഞങ്ങൾ കേരളത്തിൽ നിന്ന് തുടങ്ങി ഡെലിവറി എല്ലായിടത്തും ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. യെസ്, അതിനകത്തൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. യെസ്. ഇപ്പോൾ ഒരാൾ അങ്ങനെ നമ്മൾ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഒരു ടെൻഡർ എടുക്കുക, അങ്ങനെ ഒരു ഇത് വരുവാണെന്നുണ്ടെങ്കിൽ എത്ര നാളുകൾക്കുള്ളിൽ നമുക്ക് അവരുടെ ഒരു നീഡ് അനുസരിച്ച് ആയിരിക്കും അതിൻ്റെ ഒരു നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റി, അത്രയും നമ്മുടെ ടീം അത്രയും ആ രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ആ രീതിയിലാണോ പോകുന്നത്? It all depends upon the size of the project and minimum order value also we should have. Otherwise ട്രാൻസ്പോർട്ടേഷനും മറ്റും ഫീസിബിൾ ആവില്ല. എന്നിരുന്നാലും ഞങ്ങൾ മാക്സിമം കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ആരെയും റിജക്റ്റ് ചെയ്യാത്ത രീതിയിൽ ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പം ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്. സോ സാറിനെ കണക്ട് ചെയ്യണം ഇതേപോലെ ഒരു കൊമേഴ്ഷ്യൽ സ്പേസിലേക്ക്. എസ്പെഷ്യലി നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കിയിട്ടാണ് അല്ലേ ചെയ്യുന്നത്. ഒരു ക്ലയൻസിനെ എടുക്കുന്നത് പോലും അങ്ങനെ തന്നെയാണ്. അപ്പം കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാറിനെ എങ്ങനെയാണ് റീച്ച് ചെയ്യേണ്ടത്? ത്രൂ ഫോൺ കോൾ, വാട്സപ്പ്, ഇമെയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. യെസ്. പിന്നെ ഇപ്പം ന്യൂലി കേരളത്തിൽ കാണുന്ന ഒരു പുതിയ സ്റ്റാർട്ടപ്പ് ഓൺടർപ്രണർഷിപ്പ് ഫേംസ് കാണുന്നത് ഒരുപാട് ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് അങ്ങനെയുള്ള അല്ലെങ്കിൽ അക്കൗണ്ടിങ് കമ്പനീസായിട്ടുള്ള കുറേ ഓൺടർപ്രണേഴ്സ് കേരള, കർണാടക, തമിഴ്നാട്, മുംബൈയിലൊക്കെ നമുക്ക് ക്ലയൻസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നാച്ചുറലി ഈ ലോജിസ്റ്റിക്സ് കമ്പനീസ്, IT കമ്പനീസ്, പിന്നെ ഞങ്ങൾക്കുള്ള ഒരു വാസ്റ്റ് എക്സ്പീരിയൻസ് നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനീസ്, അവരുടെ ആ ഒരു ഫോർമാറ്റും അവരുടെ ആ ഒരു സ്പേസ് മാനേജ്മെൻറ്റും നല്ല ബൈഹാർട്ടായിട്ടുള്ള ഡിസൈനേഴ്സാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ അതിനപ്പുറത്ത് ബാങ്കിങ് സെക്ടറും. ഇത്രയാണ് ഞങ്ങൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏരിയാസ്. അതാണ് നമ്മൾ മോർ സ്പെസിഫിക് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് അതർ ദാൻ ദാറ്റ് എനി കൊമേഴ്ഷ്യൽ സ്പേസ് വി ക്യാൻ ഗിവ് എ ബെസ്റ്റ് ഇൻറ്റീരിയർ ആസ് പെർ ദിയർ റിക്വയർമെൻറ്റ്. ഓക്കെ. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുന്ന സമയത്ത് അവർ ഇൻറ്റീരിയറൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അവരുടെ ഒരു പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അഷ്യൂർ ചെയ്ത് കൊടുക്കാൻ പറ്റും? ആസ് എൻ ഇൻറ്റീരിയർ ഡിസൈനർ ഫോം ഞങ്ങൾക്ക് അവരുടെ ഒരു പ്രൊജക്റ്റ് റിലേറ്റഡ് എല്ലാ ഏരിയാസിലുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഇന്നോവേറ്റീവ് ഐഡിയാസ് അവർക്ക് കൊടുക്കാൻ പറ്റും. ഇൻറ്റീരിയർ ഈസ് നോട്ട് ഓൺലി ദ ഫർണിച്ചർ ഓർ ലൈറ്റിംഗ്. ഇൻറ്റീരിയർ ഇൻക്ലൂഡ്സ് ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. In furniture itself, there are a lot of furniture available in the commercial interior industry in today's world. ലേറ്റസ്റ്റ് മോഡുലാർ ഫർണിച്ചർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എല്ലാം ജർമ്മൻ ബേസ്ഡ് മെഷീനറി ആൻഡ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് നോർമൽ നമ്മൾ എല്ലാവരും ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്ന ആ ഒരു കാർപ്പൻ്റർ മെയ്ഡ് ടേബിൾസ് ആൻഡ് ഫർണിച്ചേഴ്സിന് നമുക്ക് കിട്ടുന്ന മാക്സിമം ഒരു ലൈഫ് പീരിയഡ് ഒരു 5 years ആണെങ്കിൽ, ഞങ്ങളിന്ന് കൊടുക്കുന്ന ജർമ്മൻ ടെക്നോളജിയിൽ നിർമ്മിച്ചിട്ടുള്ള മോഡുലാർ ഫർണിച്ചറിന് 25 years ലൈഫ് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുള്ളവരുണ്ടാകും ചിലപ്പോൾ. അത് മാത്രമല്ല, അതർ ദാൻ ഫർണിച്ചർ ബാക്കിയുള്ള ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള ഇപ്പോൾ എക്സസ് കൺട്രോൾ ആയാലും ലൈറ്റിംഗ് സൊല്യൂഷൻസ് ആയാലും എന്തിന് ഒരു പ്രിമൈസസിനകത്തുള്ള ഓക്സിജൻ ലെവൽ അടക്കം മെഷർ ചെയ്ത് എൻഷുർ ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻസ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്.
നമുക്ക് എസ്പെഷ്യലി സ്റ്റാർട്ടപ്പ് കമ്പനീസിൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഇത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് അങ്ങനെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ, എങ്ങനെയാണ്? കാര്യം അവർ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ പല രീതിയിലുള്ള അവർ തുടക്ക സമയത്താണ്, പിന്നെ അവർ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് ഫണ്ട് അവർക്ക് ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇതിനകത്ത് നമ്മൾക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്, ഏത് രീതിയിലാണ് അവരുടെ നീഡ് മനസ്സിലാക്കിയിട്ട് അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ സാധിക്കുന്നത്? ഒരു പരിധിവരെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ബട്ട് നോർമൽ ഒരു റെഗുലർ ഫർണിച്ചറിനേക്കാളും ഡെഫിനറ്റ്ലി ഒരു ചെറിയ മാറ്റങ്ങൾ മോഡുലാർ ഫർണിച്ചറിലേക്ക് വരുമ്പം ഉണ്ടാവും. പക്ഷേ അതിൻ്റേതായ ഒരു ലുക്ക് വൈസ് ആയാലും അതിൻ്റെ എല്ലാ ക്വാളിറ്റി വൈസ് ആയാലും എല്ലാം അത് എപ്പോഴും ഒരു ഹൈ എൻഡ് ടോപ്പിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. സിമിലർലി ബാക്കി എല്ലാ ഏരിയാസിലും കോസ്റ്റ് വലിയ ഫാക്ടർ അല്ലെങ്കിലും അതിൽ ഞങ്ങളുടെ ഈ കണ്ടിന്യൂസ്ലി ഇപ്പോൾ 15 ഇയേഴ്സ് ഇതിലൊരു റിസർച്ച് ചെയ്തതുപോലെ ചെയ്തുണ്ടാക്കിയ ആ ഒരു നോളജ് ഷെയർ ചെയ്യുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു എൻഡ് പ്രോഡക്റ്റ് റിയലി അവരുടെ സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റിയിൽ വളരെ എഫക്റ്റീവായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ നമ്മുടെ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ള ഏതൊക്കെ കമ്പനി കൂടുതൽ നമുക്ക് അതും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടോ, എങ്ങനെയാണ് അത് വരുന്നത്? ഇല്ല, സ്റ്റാർട്ടപ്പ് കമ്പനീസുമായിട്ട് ഞങ്ങൾ ഒരുപാട് അസോസിയേറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ക്ലയൻസ് കൂടുതലും എല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ക്ലയൻസ് ആയത് കാരണം. ബട്ട് ഫ്യൂ കേസസ് നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. തീരെ ഇല്ല എന്നല്ല, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ അവരെ ഇപ്പം നമ്മുടെ ഒരു ഗവൺമെൻറ്റിൻ്റെയും എല്ലാം ഒരു റൂള് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനീസിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഇനിഷ്യേറ്റീവ് ഞങ്ങൾ എടുക്കാറുണ്ട്. അവരൊരിക്കലും അവരെ ഞങ്ങൾ ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല. അവരെയും ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. യെസ്, അതുപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് എൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഫർണിച്ചേഴ്സിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു. ലൈക്ക് നമ്മൾ അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ട് ആളുകൾക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലുള്ള നല്ല ചെയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് പറഞ്ഞു. അത് റിക്വയർമെൻറ്റ് ബേസ്ഡ് റൈറ്റ്. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളത്? അതിൻ്റെ ഒരു തുടക്കം ഇത് തന്നെ. നമ്മുടെ ഇൻഡസ്ട്രി റിലേറ്റഡ് ഇന്നോവേറ്റീവ് ഐഡിയാസ് ത്രൂ ഔട്ട് ദ വേൾഡ് എവിടെയൊക്കെ ഹാപ്പനിങ് മനസ്സിലാക്കിക്കൊണ്ട് ക്ലയൻസിന് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു രീതി ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നു. അതിലൂടെ ഫ്യൂ ക്ലയൻസ് ഞങ്ങളുടെ അടുത്ത് അത്തരം പ്രോഡക്റ്റ്സ് ആവശ്യപ്പെടുകയും ഞങ്ങളത് ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. അതിൽ അവർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അവർക്ക് ആ രീതിയിലുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ഹൈക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള അഷുറൻസും അവർ നമ്മുടെ അടുത്ത് മെസ്സേജ് കൺവേ ചെയ്തിരുന്നു. യെസ്, സോ താങ്ക് യു സോ മച്ച് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിൽ. അതുമാത്രമല്ല ഇനിയും നെക്സ്റ്റ് ലെവലിലേക്ക് ലൈഫിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും എല്ലാം അടുത്ത തലത്തിലേക്ക് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.